ആദ്യം വിജിൻ വായാന്തോടിലേക്ക് പോകുകയാണ്. വിജിൻ, ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന CCTV ദൃശ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നത്. ഇതിൽ എത്രമാത്രം സ്ഥിരീകരണം വന്നിട്ടുണ്ട്? എങ്ങനെയാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ? അസ്ത, ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കുട്ടി ചെന്നൈയിലെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് തന്നെ. ഒപ്പം തന്നെ ഗുവാഹട്ടി എക്സ്പ്രസിൽ കുട്ടി കയറി എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ആസാമിലേക്ക് തിരിച്ചു പോകാൻ തന്നെയായിരുന്നു കുട്ടിയുടെ കൃത്യമായ പ്ലാൻ എന്നുള്ള ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇന്നലെ കന്യാകുമാരിയിലേക്ക് വന്ന കുട്ടി പിന്നീട് തിരിച്ച് ആ കന്യാകുമാരി എക്സ്പ്രസിൽ തന്നെ, അത് ചെന്നൈയിലേക്കാണ് പോകുന്നത്, ആ എക്സ്പ്രസിൽ തന്നെ തിരിച്ചു കയറിയ ദൃശ്യങ്ങൾ ലഭിച്ചു. ഏറ്റവും ഇന്നലെ രാവിലെ മുതൽ നടന്ന തെരച്ചിലിന് ഒടുവിൽ ഈ CCTV ദൃശ്യങ്ങൾ ഒക്കെ പരിശോധിച്ചതിന് ഇടയിൽ ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയതായുള്ള ഒരു CCTV ദൃശ്യങ്ങളും ലഭിച്ചിരുന്നില്ല. ഉച്ചവരെ നടത്തിയ പരിശോധനയിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് നാഗർകോവിലേക്ക് കൂടുതൽ ശക്തമായ നിലയിലുള്ള CCTV പരിശോധനകൾ നടത്തണമെന്ന് പോലീസ് RPF-നോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ മറ്റൊരു സംഘമാണ്, കേരള പോലീസിൻ്റെ സംഘമാണ് ഈ നാഗർകോവിലെത്തിയത്. RPF-ന്റെ കൂടി സഹായത്തോടെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കുട്ടി ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു കുപ്പിയിൽ വെള്ളവും എടുത്ത് തിരികെ കയറുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. അതിനർത്ഥം കുട്ടി എന്തായാലും കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അരമണിക്കൂർ സമയം പിന്നിട്ടതിന് ശേഷം കുട്ടി കന്യാകുമാരിയിൽ എത്തി. ആ ട്രെയിൻ കന്യാകുമാരിയിൽ നിർത്തുന്നു, അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് അത് ചെന്നൈ എഗ്മൂർ എക്സ്പ്രസ്സായാണ് തിരിച്ച് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ചെന്നൈ എക്സ്പ്രസ്സിൽ തന്നെ കുട്ടി വീണ്ടും കയറുന്നു. അത് ഈ ശുചീകരണ തൊഴിലാളികൾ ആ കുട്ടിയെ കാണുന്നു. അതിനുശേഷം കുട്ടി പിന്നീട് അവരിൽ നിന്നും മാറാൻ വേണ്ടി പിന്നീട് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം കുട്ടി വീണ്ടും ട്രെയിനിലേക്ക് കയറി ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുന്നു. ഇന്ന് രാവിലെ 6:34 ചെന്നൈയിൽ ട്രെയിൻ എത്തുന്നു. ആ ട്രെയിനിലെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് RPF-ന്റെ സഹായത്തോടെ പരിശോധിക്കുന്നു. ആ പരിശോധനയിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിയുന്നു. അവിടെ നിന്ന് കുട്ടി നേരെ ഗുവാഹട്ടി എക്സ്പ്രസ്സിലേക്ക്, മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു ചെന്ന് അവിടെ നിന്ന് ആ ട്രെയിനിൽ കയറി എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ആസാമിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്ന കൃത്യമായ ഒരു ധാരണയിലുള്ള യാത്ര തന്നെയായിരുന്നു കുട്ടിയുടേത് എന്ന് വ്യക്തമാകുന്നതാണ് ഈ CCTV ദൃശ്യങ്ങളും കുട്ടി സഞ്ചരിച്ച പാതകളും ഒക്കെ എന്ന് പറയുന്നത്. എന്തായാലും വെറും 40 രൂപ മാത്രമാണ് ഇന്നലെ ഒരു സഹയാത്രികയായ വിവിധ കണ്ട സമയത്ത് കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ പണവും എടുത്താണ് ഈ പെൺകുട്ടി, 13 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി ഗുവാഹത്തിയിലേക്ക് യാത്ര തിരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം. അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ കുട്ടിയുടെ മാതാപിതാക്കൾ സംസാരിക്കുമ്പോൾ 50 രൂപ മാത്രമാണ് കുട്ടി വീട്ടിൽ നിന്ന് പോകുന്ന ഘട്ടത്തിൽ കയ്യിൽ കരുതിയിരുന്നത് എന്ന ഒരു മൊഴി നൽകിയിരുന്നു, മാധ്യമങ്ങളോട് അടക്കം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് കുട്ടിയെ ട്രെയിനിൽ വെച്ച് കണ്ട മറ്റൊരു വിദ്യാർത്ഥിനി 40 രൂപ മാത്രമാണ് കയ്യിൽ ഉണ്ടായിരുന്നതെന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഈ 40 രൂപ മാത്രം വെച്ച് ഒരു 13 വയസ്സുകാരി ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക്, ഇന്ത്യൻ റെയിൽവേയിൽ കയറി വിവിധ മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നു. ആ കുട്ടിയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. അതിൻ്റെ ഇടയിൽ നിരവധി പരിശോധനകൾ നടക്കേണ്ടതാണ്, നിരവധി ആളുകൾ ആ കുട്ടിയെ കാണേണ്ടതാണ്. പക്ഷേ ഒരു 13 വയസ്സുകാരി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും അതിൽ സംശയിക്കത്തക്ക നിലയിൽ ഒന്നും റെയിൽവേക്കോ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരുപക്ഷെ പരിശോധനകൾ പോലും നടന്നിട്ടില്ല എന്നുള്ളത് കൂടിയല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? അസ്ത, തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം ഇത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടായിരിക്കണം കുട്ടി യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു പരിശോധനയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, റെയിൽവേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ അത് കുട്ടി മനസ്സിലാക്കിയത് കൊണ്ടൊന്നും ആയിരിക്കില്ല അത്തരത്തിൽ ആ കമ്പാർട്ട്മെൻറ്റ് തന്നെ തിരഞ്ഞെടുത്തത്. ഇല്ലെങ്കിൽ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ ഇക്കാര്യത്തിലുള്ള സഹായം ലഭിച്ചിരിക്കണം. പക്ഷേ അങ്ങനെ ഒരു സഹായം ലഭിച്ചതായി നിലവിൽ പോലീസിന് വ്യക്തത ലഭിച്ചിട്ടില്ല. ഇനി കുട്ടിയെ കണ്ടെത്തിയ ശേഷം തുടരന്വേഷണം നടക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ സഹായം കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടത്. എന്തായാലും റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥ കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെ ഏതെങ്കിലും വലിയ അക്രമകാരി ഉൾപ്പെടെ ഇത്തരത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിലൊന്നും ഒരു തരത്തിലുള്ള നിരീക്ഷണമോ അതുപോലെ തന്നെ ഒരു പരിശോധനയോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നതാണ് ഈ 13 വയസ്സുകാരിയുടെ ഈ യാത്ര എന്ന് പറയുന്നത്. എന്തായാലും കുട്ടി സഞ്ചരിക്കാൻ തീരുമാനിച്ചത് അത് ആസാമിലേക്ക് തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. 13 വയസ്സുകാരിയാണ്, വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹിന്ദി വായിക്കാനും ഒക്കെ
അറിയാം. അത്തരത്തിൽ ഹിന്ദിയിൽ ആരോടെങ്കിലും സംസാരിച്ചിട്ടായിരിക്കണം ഈ ട്രെയിൻ ഈ സമയത്ത് ഉണ്ട് എന്ന കാര്യം ഒക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആ ട്രെയിനിലേക്ക് കയറി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ചെന്നൈ വരെ എത്തുകയും ചെന്നൈയിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറി ഗുവാഹത്തി എക്സ്പ്രസിൽ കയറിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സ്ഥിരീകരണമുണ്ട്. എന്തായാലും സംസ്ഥാന പോലീസിന്റെ സംഘം 3 സംഘങ്ങളാണ് ഗുവാഹത്തിയിലേക്കും ഒപ്പം തന്നെ ആസാമിലേക്കും മറ്റൊരു സംഘം ചെന്നൈയിലേക്കും തിരിച്ചിട്ടുണ്ട്. ചെന്നൈയിലേക്കുള്ള സംഘം നിലവിൽ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിമാനമാർഗമാണ് 3 വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള സംഘവും യാത്ര ചെയ്യുന്നത്. അവർ അവിടെ എത്തി കൂടുതൽ ദൃശ്യങ്ങൾ ഒപ്പം തന്നെ കുട്ടിയെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളൊക്കെ നടത്തും. അവിടെയുള്ള അസമിൽ ഉൾപ്പെടെയുള്ള പോലീസിന്റെ സഹായം കൂടി പോലീസ് തേടുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കുട്ടിയെ കണ്ടെത്തുകയും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക. അതിനുശേഷം കുടുംബത്തിന്റെ കൂടി താല്പര്യപ്രകാരം എന്ത് തരത്തിൽ കുട്ടിയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണമോ ഇവരങ്ങോട്ട് പോകുമോ എന്ന കാര്യത്തിൽ ഒക്കെ തീരുമാനമെടുക്കേണ്ടത് പിന്നീടാണ്. എന്തായാലും കുട്ടിക്ക് മറ്റൊരു അപകടവും സംഭവിക്കാതെ ചെന്നൈ വരെ എത്തിയിരിക്കുന്നു. ചെന്നൈയിൽ നിന്ന് ഗുവാഹട്ടി എക്സ്പ്രസിലേക്ക് കയറി യാത്ര തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആരുടെയെങ്കിലും സഹായത്താൽ ഭക്ഷണമോ വെള്ളമോ ഒക്കെ കുട്ടിക്ക് ലഭിച്ചിരിക്കാനുള്ള സാധ്യതയും കാണേണ്ടതാണ്. കാരണം ഈ 2 ദിവസത്തോളമായി മണിക്കൂറുകളായി കാണാതിരുന്ന കുട്ടി 2 രാത്രികൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. അത്തരത്തിൽ വിശപ്പും ക്ഷീണവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മാറാൻ വേണ്ടി ആരുടെയെങ്കിലും സഹായം കുട്ടി തേടിയിട്ടുണ്ടാകണം. നമ്മൾ നാഗർകോവിൽ കണ്ടതാണ്, ഒരു കുപ്പിയുമായി വെള്ളമെടുക്കാനായി കുട്ടി പുറത്തിറങ്ങുന്നതായിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുട്ടിയൊരു കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമായി തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹത്തിന്റെ ഭാഗമായി സഞ്ചരിച്ചതായിരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായി മനസ്സിലാകുന്നതാണ്